ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ചത്തെ ഒരു ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഏട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അലാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 5 മണിക്ക് എണിക്കാൻ എന്നുള്ള രീതിയിൽ കേട്ടോ. കാരണം നമ്മുടെ ഷോപ്പിൽ ഇന്നൊരു സ്റ്റാഫ് ലീവാണ്. അപ്പോൾ എനിക്കിന്ന് നേരത്തെ പോകേണ്ടതുണ്ട്. അപ്പോൾ പോകുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വേണമല്ലോ എനിക്ക് പോകാനായിട്ട്. എന്നാൽ പിന്നെ നേരത്തെ എണീച്ചിട്ട് കിച്ചണിലോട്ട് കയറാമെന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് നല്ല ഇടിയും മഴയും കാറ്റൊക്കെ അല്ലായിരുന്നോ, കറണ്ടൊക്കെ പോയി ഇൻവെർട്ടർ അടക്കം ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കിച്ചണിൽ ഒരു ലൈറ്റും വെളിച്ചവും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. പിന്നെ അത് എടുക്കാതിരുന്നാൽ എനിക്കാകെ വിഷമമാവുകയും ചെയ്യും. അപ്പോൾ തലേദിവസം ചിക്കനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് രാവിലെ സദ്യ ഉണ്ടാക്കലൊന്നും നടക്കില്ല. അപ്പോൾ എന്നാൽ ബിരിയാണി ആകുമ്പോൾ എളുപ്പം പണി കഴിയാമല്ലോ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. സദ്യ ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു പായസമെങ്കിലും വേണമല്ലോ പിറന്നാളായിട്ട്. അപ്പോൾ പാലട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പാലട പായസം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രേ വെളിച്ചമുള്ളൂ. ഒരു മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. എന്ത് തന്നെയായാലും നമ്മൾ വിചാരിച്ച കാര്യത്തിൽ നിന്നും ഒട്ടും പുറകോട്ട് പോകാൻ വിചാരിച്ചിട്ടില്ല. പായസമൊക്കെ സെറ്റായി അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ വേഗം ബിരിയാണിയുടെ പണിയിലേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം സവോളൊക്കെ വഴറ്റി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വഴറ്റി അത് മാറ്റി വെച്ചു. പിന്നെ മസാലയൊക്കെ ഉണ്ടാക്കി ചിക്കൻ ബിരിയാണി പെട്ടെന്ന് അങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളെ വീട്ടിലെ എല്ലാവരുടെയും പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. കുട്ടികളുടെ പിറന്നാൾ പിന്നെ എല്ലാ വർഷവും ആഘോഷിക്കും കേട്ടോ. അവർ ചെറുപ്പം മുതലേ പിറന്നാളൊക്കെ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഏട്ടൻ്റെയൊക്കെ ഇപ്പോൾ ഈ അടുത്താണ് ആഘോഷിക്കലൊക്കെ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ പിറന്നാളിന് മിക്കവാറും ഏട്ടൻ ഇവിടെ ഉണ്ടാവാറില്ല, ഗൾഫിലാവും. ഇപ്പോൾ കഴിഞ്ഞ തവണയും ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇതുപോലുള്ള ഒരു പിറന്നാളിൻ്റെ ആഘോഷമൊന്നും ഏട്ടൻ്റെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ സമയമാണല്ലോ. ഇന്ന് ദൈവം സഹായിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും ഒരു കേക്ക് മുറിച്ച് ഒരു പായസമൊക്കെ ഉണ്ടാക്കി സദ്യയൊക്കെ ഉണ്ടാക്കി പിറന്നാളൊക്കെ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണിയും പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ എനിക്ക് പോകാനും ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മറ്റ് സ്റ്റാഫ് ലീവായ കാരണം കൊണ്ട് ഞാൻ ചെന്നിട്ട് വേണം നമ്മുടെ ഷോപ്പൊക്കെ തുറക്കാനായിട്ട്. അപ്പോൾ നേരത്തെ ഇറങ്ങണമല്ലോ. അപ്പോൾ ചായക്കടിയൊക്കെ മോളുണ്ടാക്കിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായയുടെ പണിയിലൊന്നും നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. ചായ പോലും ഉണ്ടാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാവിലെ നമുക്കൊരു ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ മൂഡ് തന്നെ പോകുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് തൊട്ടടുത്ത ചായക്കട ഉണ്ട്, അവിടുന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയത് കേട്ടോ. ചെന്നപ്പോഴോ ഷോപ്പിൽ ഭയങ്കര തിരക്കായിരുന്നേ. ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ ടൈമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കൂടിയും ഒന്നും നടക്കുകയും ചെയ്തില്ല. പിന്നെ ബിരിയാണി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കാണ് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചത്. അപ്പോൾ ചായ കുടിക്കാത്തൊരു ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 6:30 മണിയായിട്ടുണ്ട് ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയത്താണ് ഞാൻ വന്നത്. അപ്പോൾ തലേദിവസം ഞാൻ ബേക്കറിയിൽ കേക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഉണ്ടാക്കാനൊന്നും നേരമില്ലല്ലോ ഇപ്പോൾ. അങ്ങനെ എരമംഗലത്ത് ബേക്കറിയിൽ നിന്നും കേക്കൊക്കെ വാങ്ങിച്ചു. എന്നിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് കേട്ടോ. വീട്ടിൽ വന്ന് ഏട്ടന് കേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്തു. ഒരു ഷർട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ ഏട്ടൻ്റെ ഷർട്ടിൻ്റെ അളവ് ഞാൻ എടുത്തു വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നാളെ മേടിക്കാമെന്ന് ഷോപ്പിൽ എന്നും തിരക്കാണല്ലോ. അപ്പോൾ എന്നും ഇറങ്ങാൻ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഇന്നലെ എന്തായാലും വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ പേരാ മഴയായ കാരണം ഷോപ്പിലൊന്നും കയറാനും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ബേക്കറിയിലൊക്കെ കയറി വീട്ടിലെത്തുമ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അങ്ങ് കുളിച്ചു കേട്ടോ. ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ മുറിച്ചു, ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. എങ്കിലും എനിക്ക് ഒരു ഷർട്ട് എടുത്ത് കൊടുക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, അത് പിന്നീട് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കേക്കൊക്കെ മുറിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ സന്തോഷങ്ങൾ കേട്ടോ. പിന്നെ പിറന്നാൾ എല്ലാവരുടെയും ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് വരിക. ആദ്യം എൻ്റെ പിറന്നാൾ, പിന്നെ ഏട്ടൻ്റെ വരും, പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അച്ചുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മോളുടെ പിറന്നാളിനാണ് കുറച്ച് ഗ്യാപ്പ്. പിന്നെ ക്യാമറയ്ക്ക് പുറകിലാണ് കേട്ടോ പിള്ളേരിയ്ക്കുന്നത്. അച്ചുട്ടി ഷർട്ട് ഇട്ടിട്ടുമില്ല. പിന്നെ മോള് വൈകുന്നേരത്തെ ഡ്രസ്സിലാണ് ഇരിപ്പുള്ളത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ക്യാമറയിൽ പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ കേക്കൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
കേട്ടോ. കഴിഞ്ഞ പിറന്നാളിന് നമ്മൾ വീട്ടിൽ തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കിയത്. അന്ന് പിന്നെ ഞാൻ ജോലിക്കൊന്നും പോകണില്ലായിരുന്നു. ഇപ്രാവശ്യം പിന്നെ നമ്മൾ തിരക്കാണല്ലോ, അപ്പോൾ പിന്നെ കേക്ക് ഉണ്ടാക്കലൊന്നുമില്ല. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. ബിരിയാണി ഞാൻ നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ടേ ഉച്ചയ്ക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി രാത്രിക്കേൽക്കുള്ള ഫുഡ് ഇതാ അച്ഛനും മക്കളും കൂടിയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ആ മഴ കൊണ്ടുവന്നപ്പോഴേ ആകെ തണവ് കയറിയിട്ടിരിക്കുന്നേ. അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട് രാത്രിയിൽ എന്താണ് ഫുഡ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഏട്ടൻ തന്നെ പറഞ്ഞ് ദോശ ഉണ്ടാക്കിയാൽ മതി, ഇനിയിപ്പോൾ ചോറൊന്നും ഉണ്ടാക്കണ്ട. പൊന്നുവിനോട് പറഞ്ഞ് ദോശ ഉണ്ടാക്കിക്കോ, ഞാൻ മീൻകറി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ അയലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മോളിതാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മഴ മുഴുവൻ കൊണ്ടപ്പോഴേ എനിക്കാണെങ്കിൽ ആകെ തണവ് കയറിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തുണ്ടാക്കിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അങ്ങ് കിച്ചൺ അങ്ങ് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അവരും ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാൻ നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏട്ടൻ്റെ മീൻകറി ഇവിടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കളറിലൊക്കെ ഇരിപ്പുണ്ട്. നല്ല ചെറിയ അയിലായിരുന്നു കേട്ടോ, അത് മുളകിട്ട കറിയാണ് ഈ ആവി പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഏട്ടൻ്റെ പിറന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്